നമസ്കാരം. Turn your pain into strength. Never let revenge become your life. വേദനയെ പ്രതികാരമാക്കരുത്. നിങ്ങളുടെ ജീവിതം ശക്തിയാക്കി മാറ്റുക. പലപ്പോഴും പ്രതികാരത്തിലേക്ക് പോകുമ്പോഴാണ് ജീവിതം വേദനയും പ്രയാസങ്ങളും നിറഞ്ഞതാകുന്നത്. നമ്മുടെ ജീവിതം എങ്ങനെ തിരിയുമെന്നത് നമുക്ക് പോലും പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാകാം. ജീവിതത്തിൽ നമ്മെ വല്ലാതെ വേദനിപ്പിച്ച ചിലരുണ്ടാകാം. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കിയ ചിലരുണ്ടാകാം. നമ്മുടെ മനസ്സിനെ തകർത്ത് തരിപ്പണമാക്കിയ ചിലരുണ്ടാകാം. ഇവിടെയൊക്കെ സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു വികാരമാണ് പ്രതികാരം. പക്ഷേ ഈ പ്രതികാരം എല്ലാത്തിനും അവസാനമാകും? ഒരിക്കലുമില്ല. പ്രതികാരം ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാക്കാം. സ്വന്തം ജീവിതം തന്നെ മറ്റൊരു തരത്തിലാക്കാം. ചിലപ്പോൾ ഒരു മനുഷ്യനെ മൃഗമാക്കാം. ഇന്നലെ റിലീസായ യൂട്യൂബിൽ ഡോക്ടർ ഡഗ്ലസ് കെയുടെ ചാനൽ റിലീസായ തീപ്പൊരി ജയരാമൻ എന്ന ഷോർട്ട് ഫിലിമിലും ഇതാണ് കഥ. പ്രതികാരത്തിൽ നഷ്ടപ്പെടുന്ന മനുഷ്യന്റെ കഥ. ജീവിതത്തിൽ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നമ്മളെ പിടിച്ചാൽ കിട്ടാതെ വരും. നമ്മളെ ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ടവരെ നോവിച്ചാൽ, നമുക്ക് ചില വേദനകൾ സംഭവിച്ചാൽ അവിടൊക്കെ നമ്മുടെ ഉള്ളിലെ പ്രതികാര ചിന്ത വളരും. അപ്പോൾ നാം എന്തായി മാറും? ഈ ചിത്രത്തില് വ്യക്തമായി ഒരു മനുഷ്യന്റെ പ്രതികാരം അവനെ എവിടെ എത്തിക്കും. ഇതിനു മുൻപ് അഗ്നിപർവം എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് തീപ്പൊരി ജയരാമൻ. അഗ്നിപർവത്തിൽ സ്വന്തം മകളെ ഇല്ലാതാക്കിയവരെ കൊന്നൊടുക്കുന്ന പ്രതികാരദാഹിയായ ഒരു പിതാവാണ്. പലപ്പോഴും തോന്നാം ആ പിതാവ് ചെയ്തത് അയാളുടെ കടമയാണ് എന്ന്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ചിലപ്പോൾ മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിന് അങ്ങനായി മാറേണ്ടി വരും. അതിനെ ന്യായീകരിക്കുന്നുമില്ല, അതിനെ വിമർശിക്കുന്നുമില്ല. പക്ഷെ അതിൻ്റെ രണ്ടാമത്തെ കഥയിൽ തീപ്പൊരി ജയരാമനിൽ വീണ്ടും പ്രതികാരത്തിൻ്റെ തീ നീളുകയാണ്. അവിടെ ആ തീ അണയുന്നില്ല. പക്ഷെ വിധി മറ്റൊരു തരത്തിലാണ് അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങളിൽ പലർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ പ്രതികാരം കടന്നു വന്നാൽ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിക്കാം. നമ്മുടെ ജീവിതം നമ്മളിൽ നിന്ന് തന്നെ കൈവിട്ടു. അതുകൊണ്ട് പ്രതികാരത്തെ വേദനയാക്കി മാറ്റരുത്. പകരം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിയുള്ളവരായി മാറുക. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ. പ്രതികാര ചിന്ത വിട്ടിട്ട് നല്ല വഴികളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ പിടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടും. തീർച്ചയായും തീപ്പൊരി ജയരാമൻ എന്ന ഷോർട്ട് ഫിലിം കാണാൻ മറക്കരുത്. ഞാൻ എഴുതി സംവിധാനം ചെയ്ത ഡോക്ടർ ഡഗ്ലസ് കെയുടെ യൂട്യൂബ് ചാനലിലുള്ള തീപ്പൊരി ജയരാമൻ എല്ലാവരും കാണുക. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം.